അപ്പോൾ ഇന്നൊരു വൈറൽ റെസിപ്പിയാണ് കേട്ടോ. നമ്മുടെ അശ്വിൻ്റെ പ്രോൺസ് നിർവാണം. ആ ഒരു റീൽസ് കണ്ട ഒരു സമയത്ത് തന്നെ ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്ന് വിചാരിച്ചിരിക്കണമായിരുന്നു. ഇപ്പോഴാണ് സമയം കിട്ടത്. ഇത് സക്സസ്ഫുൾ ആണെങ്കിൽ നിങ്ങളെയും ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, നല്ല സൂപ്പർ സ്പെഷ്യൽ കറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഈ ഒരു വൈറൽ റെസിപ്പി ഉണ്ടാക്കാനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 5-6 പച്ചമുളക്, പിന്നെ ആവശ്യത്തിൽ കൂടുതൽ മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കാം. അത് നിങ്ങളുടെ പ്രോൺസിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ കറിവേപ്പില അതും ഒരു ഇച്ചിരി കൂടുതലായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ല നാടൻ കറിവേപ്പില ആണെങ്കിൽ ഒന്നും കൂടെ ബെറ്റർ ആയിരിക്കും. അപ്പോൾ ഞാൻ നല്ലതുപോലെ മല്ലിയിലയും കറിവേപ്പില ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ നമ്മുടെ കാശ്മീരി മുളക് പൊടി ഒരു 1/4 ടീസ്പൂൺ. ഇത്രയും പൊടികളാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഒന്നും പൊടികൾ കൂടുതലായി പോകരുത്. ഈ ഒരു കറി ഒരു ഗ്രീൻ കളറിലാണ് കേട്ടോ. നല്ല കാണാൻ നല്ല അടിപൊളി കളറിലാണ് ഇരിക്കുന്നത്. അപ്പോൾ കൂടുതൽ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒന്നും ആഡ് ചെയ്ത് കൊടുക്കരുത്. ഇനി നമുക്കിതിലേക്ക് പുളിക്ക് ആവശ്യമായിട്ടുള്ള വിനാഗിരി ചേർത്ത് കൊടുക്കാം. പിന്നീട് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ട് വെള്ളമൊന്നും ചേർക്കാതെ വേണം ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ. നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുക. അഥവാ അരഞ്ഞു വരുന്നില്ല എന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ വെള്ളമൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. വെള്ളം ചേർക്കണം. ഞാനിപ്പോൾ വെള്ളമൊന്നും ചേർത്തിട്ടില്ല, നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഈ ഒരു പരുവത്തിൽ നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീന്, ഞാനിപ്പോൾ ഇവിടെ അത്യാവശ്യം വലിപ്പത്തിലുള്ള ചെമ്മീനാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. സാധാരണ ഇത് കൊഞ്ചെന്ന് പറയും, ഇത്തിരി വലിപ്പത്തിലുള്ള, അതിലാണ് ഈ ഒരു റെസിപ്പി ഉണ്ടാക്കുന്നത്. നമ്മൾ ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞ പോലെ നമുക്ക് ഈ ഒരു ചെമ്മീൻ വെച്ചിട്ട് ഉണ്ടാക്കാം. ഈ മസാല മുഴുവനായിട്ട് ഇതിലേക്ക് നന്നായിട്ട് കുഴച്ച്, കൈവച്ച് തന്നെ കുഴച്ച് നല്ലോണം കവർ ചെയ്ത രീതിയിൽ കുഴച്ചെടുത്തിട്ട് ഒരു 1/4 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക കേട്ടോ. 1/4 മണിക്കൂറോ 1 മണിക്കൂറോ വെച്ച് കഴിഞ്ഞാൽ അത്രയും നല്ലത്. 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മൾ പാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ഈ ഒരു റെസിപ്പിക്ക് വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യുക, വേറെ ഓയിൽ യൂസ് ചെയ്യരുത് കേട്ടോ. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം ഫ്ലെയിം ഒന്ന് മീഡിയത്തിലാക്കിയതിന് ശേഷം നമുക്ക് ഫുള്ളും ഈ ഒരു മസാല പുരട്ടിയ ചെമ്മീൻ ഉണ്ടല്ലോ, ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കൂടുതലായിട്ട് ചെമ്മീൻ കുക്ക് ചെയ്യരുത്, റബ്ബർ പോലെ ഇപ്പോൾ പെട്ടെന്ന് തന്നെ മറിച്ചും തിരിച്ചു വിട്ടിട്ട് പെട്ടെന്ന് ജസ്റ്റ് ഒന്ന് കുക്കായാൽ മതി. നന്നായിട്ട് ഒരിക്കലും ചെമ്മീൻ നന്നായിട്ട് കുക്ക് ചെയ്യരുത് കേട്ടോ. ഒരു ഹാഫ് വേവ് മാത്രം മതി. നന്നായിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ആ മസാല നന്നായിട്ട് അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരും കേട്ടോ. എണ്ണയൊക്കെ തെളിഞ്ഞ് വരും. ആ ഒരു ടൈമിൽ നമുക്ക് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ വെള്ളമൊന്നും അധികം ചേർക്കാതെ ഒരു 3-4 ടീസ്പൂൺ വെള്ളം ഒഴിച്ചിട്ടാണ് ഈ ഒരു പാലെടുത്തേക്കുന്നത്. നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക, കൂടുതലൊന്നും ആഡ് ചെയ്യരുത് കേട്ടോ. ഉപ്പൊക്കെ നോക്കുക. ഈ ടൈമിൽ ഉപ്പ് നോക്കിയിട്ട് നല്ല കുറച്ചും കൂടി വേപ്പില വേണമെങ്കിൽ ഇതിൻ്റെ മുകളിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തിളച്ച് അതിൻ്റെ സൈഡിലൊക്കെ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ വൈറൽ പ്രോൺസ് നിർവാണം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അടിപൊളിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ചതിലും സൂപ്പറായിട്ടുണ്ട്. അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചപ്പാത്തിയുടെ കൂടെയാണ് കൂടുതൽ കോമ്പിനേഷൻ. ഞാനിപ്പോൾ ഇവിടെ ദോശയുടെ കൂടെയാണ് കേട്ടോ കഴിക്കുന്നത്. നമുക്കിതൊരു വേറൊരു പാത്രത്തിലേക്ക് നോക്കാം. നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വെളിച്ചെണ്ണയൊക്കെ അതിൻ്റെ മുകളിൽ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമല്ല, മസ്റ്റ് ഐറ്റമാണ്. ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതൊന്ന് തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക, മറന്നു പോകരുത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു.